എല്ലാവർക്കും മെത്തേഡ്സ് ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫംഗ്ഷനുകളുടെ കോൺകേവിറ്റിയെ കുറിച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് ഗ്രാഫ്. അതിലാദ്യത്തെ ഗ്രാഫിൽ ഒരു ഫംഗ്ഷൻ്റെ കർവാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ കർവിൻ്റെ മധ്യത്തായിട്ട് ഒരു എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വിളിക്കാം. ആ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് കോൺകേവ് അപ്പ് ആകുന്നതും റൈറ്റ് സൈഡിലോട്ടാണ് കോൺകേവ് ഡൗൺ ആകുന്നതും എന്ന് നമുക്ക് കാണാം. അപ്പോൾ കോൺകേവ് അപ്പായിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത ആ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂവിൽ അതിന് വ്യത്യാസം ഉണ്ടാകുന്നു, കോൺകേവ് ഡൗൺ ആയിട്ട് മാറുന്നു. ഈ ഒരു പോയിന്റിനെ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് വിളിക്കാം. എക്സ് നോട്ടിനെയും എഫ് ഓഫ് എക്സ് നോട്ടിനെയും ചേർത്ത് നമുക്ക് എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഓഫ് ദി ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇവിടെ രണ്ടാമത്തെ ഗ്രാഫിൽ കോൺകേവ് ഡൗൺ നിന്ന് മാറി കോൺകേവ് അപ്പ് ആകുന്നതായിട്ട് കാണാം. അതൊരു പോയിന്റിലാണ് അങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനെയാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാകണമെന്ന് ഫംഗ്ഷനുകൾക്ക് നിർബന്ധമൊന്നുമില്ല. ചില ഫംഗ്ഷനുകൾക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാകാം, ചില ഫംഗ്ഷനുകൾക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ലാതിരിക്കാം. ഇൻഫ്ലക്ഷൻ പോയിന്റ്സിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് എ വാല്യൂ എക്സ് നോട്ട് ആൻഡ് ഇഫ് എഫ് ചേഞ്ചസ് ദ ഡിറക്ഷൻ ഓഫ് ഇറ്റ്സ് കോൺകേവിറ്റി അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട്, then we say that f has an inflection point at x naught and we call the point x naught f of x naught on the graph of f an inflection point of f. അപ്പോൾ ഈ ഒരു ഓർഡേർഡ് പെയറാണ് എക്സ് നോട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ട്. അതിനെ നമുക്ക് ആ ഓർഡേർഡ് പെയറിനെ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഓഫ് എഫ് എന്ന് വിളിക്കാം. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 1. നമ്മളിവിടെ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ആദ്യത്തെ ഡെറിവേറ്റീവ് എടുക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം. അത് 3x ഇൻറ്റു എക്സ് മൈനസ് 2 എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ ഇൻ്റർവെല്ലുകളിലാണ് ഇൻക്രീസിങ് ആവുന്നത്, ഡിക്രീസിങ് ആവുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇൻ്റർവെല്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0യിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് 0 എന്ന ഇൻ്റർവെല്ലിൽ പറയാം. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ എഫ് ഈസ് ഡിക്രീസിങ് ഓൺ ദി ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-2 എന്നുള്ളത് പറയാം. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും 0 എന്ന് പറയുന്ന പോയിന്റിന് ലെഫ്റ്റ് സൈഡിലോട്ട് അത് ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ 0-2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇത് ഡിക്രീസിങ് ആണെന്ന് മനസ്സിലാക്കാം. 2ന് മുകളിലോട്ട് ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള വാല്യൂസിന് ഇത് ഇൻക്രീസിങ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ സൈൻ അനുസരിച്ചിട്ടാണ് അത് കോൺകേവ് ഡൗൺ ആണോ കോൺകേവ് അപ്പ് ആണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ എഫ് ഈസ് കോൺകേവ് ഡൗൺ ഓൺ മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 1 എന്ന് നമുക്ക് പറയാം. എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുന്നു. അതുകൊണ്ട് തന്നെ എഫ് ഈസ് കോൺകേവ് അപ്പോൺ ഓപ്പൺ ഇൻ്റർവെൽ 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എവിടെ വെച്ചിട്ടാണ് കോൺകേവ് ഡൗൺ ആകുന്നതെന്നും കോൺകേവ് അപ്പ് ആകുന്നതെന്നും. 1-1 എന്ന് പറയുന്ന ആ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ കർവേച്ചർ കോൺകേവ് ഡൗൺ ആണ്. ആ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കർവേച്ചർ കോൺകേവ് അപ്പാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിന് നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ ഒരു ചേഞ്ച്
എഫ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഫ്രം കോൺകേവ് ഡൗൺ ടു കോൺകേവ് അപ്പ് അറ്റ് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ദി ഇൻഫ്ലക്ഷൻ പോയിന്റ് ഈസ് 1 എഫ് ഓഫ് 1, ദാറ്റ് ഈസ് 1 മൈനസ് 1 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് കടക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 സൈൻ എക്സ് ഓവർ ദി ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π. Use the first and second derivatives of f to determine where f is increasing, decreasing, concave up and concave down. Locate all inflection points and confirm that your conclusions are consistent with the graph. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് പറയുക, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് അത് 1 + 2 cos x എന്നുള്ളത് കിട്ടും. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, -2 sin x എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഫംഗ്ഷൻ്റെ ഫിഗർ. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്ക് മാറുന്ന ഒരു പോയിൻ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിഷൻ. ഇവിടെ നമുക്ക് എഫ് ഡാഷ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ 0 to π എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ അതിൻ്റെ സൈൻ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിൻ്റ് ഏത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ 0 ആകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് 1 + 2 cos x = 0 എന്ന് പറയുന്ന എഫ് ഡാഷ് എക്സ് = 0 ആകുന്ന അതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൻ്റെ എക്സ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് cos x = -1/2 എന്നുള്ള നിലയിൽ ആ കോസ് വാല്യൂ വരുന്ന എക്സുകളുടെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇൻ്റർവെല്ലിൽ തന്നിട്ടുള്ളത് 0 to π ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വാല്യൂ 0 കിട്ടുന്നത് x = 2π/3ലും x = 4π/3ലും ആണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ സൈൻ അനാലിസിസ് നമുക്ക് നോക്കാം. 0 > x > 2π/3ൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π/3 എന്നുള്ളത്. അടുത്ത ഇൻ്റർവെല്ലിൽ പരിശോധിക്കുമ്പോൾ 2π/3 > x > 4π/3 എന്നുള്ളതിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. അതുകൊണ്ട് തന്നെ എഫ് ഈസ് ഡിക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2π/3 4π/3 എന്നുള്ളത് പറയാം. അടുത്ത് വീണ്ടും ഇൻ്റർവെല്ലിൽ പരിശോധിക്കുമ്പോൾ 4π/3 > x > 2π അതിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് വീണ്ടും പോസിറ്റീവ് ആകുന്നു. അതുകൊണ്ട് തന്നെ എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ 4π/3 2π എന്നുള്ളത് പറയാം. ആ ഇൻ്റർവെല്ലിലുള്ള ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ കാണാം. ഇനി നമുക്ക് കാണേണ്ടത് കോൺകേവ് അപ്പ് ആകുന്നതും കോൺകേവ് ഡൗൺ ആകുന്നതും അത് സംബന്ധിച്ചിട്ടുള്ള സൈൻ ചേഞ്ചും ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കലുമാണ്. അപ്പോൾ നമുക്ക് സിമിലർലി പറയാവുന്നത് എഫ് ഡബിൾ ഡാഷ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈൻ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയും നമ്മൾ എഫ് ഡബിൾ ഡാഷ് x = 0 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ -2 sin x ആണ്. -2 sin x = 0 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ 0 to πയിൽ നമുക്ക് x = πക്ക് മാത്രമാണ് 0 കിട്ടുക. അത് x = π എന്ന് പറയുന്നതാണ് സൊല്യൂഷനായിട്ട് കിട്ടുക. ഇവിടെ നമുക്ക് x = π എന്ന് പറയുന്ന വാല്യൂവിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇൻ്റർവെല്ലിൽ ക്രമീകരിക്കാം. അപ്പോൾ 0 > x > π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് നെഗറ്റീവ് ആകുന്നു. അതുകൊണ്ട് തന്നെ എഫ് ഈസ് കോൺകേവ് ഡൗൺ ഓൺ ദി ഓപ്പൺ ഇൻ്റർവെൽ 0 π എന്നുള്ളത് പറയാം. π > x > 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് പോസിറ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ എഫ് ഈസ് കോൺകേവ് അപ്പ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ π to π എന്നുള്ളതും പറയാം. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. π എന്ന് പറയുന്ന ആ പോയിൻ്റാണ് ഇൻഫ്ലക്ഷൻ പോയിൻ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആ π എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോൺകേവ് ഡൗൺ ആകുന്നതും
റൈറ്റ് സൈഡിൽ കോൺകേവ് അപ്പ് ആകുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എഫ് ചേഞ്ചസ് ഫ്രം കോൺകേവ് ഡൗൺ ടു കോൺകേവ് അപ്പ് അറ്റ് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു പൈ എന്നുള്ളത് നമുക്ക് കാണാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. ഫൈൻഡ് ദി ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് ഇഫ് എനി ഓഫ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ദാറ്റ് ഈസ് 4x3. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു 12x². ഇവിടെ എഫ് ഡബിൾ ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്നത് എക്സ് ലെസ് ദാൻ 0യിലും എക്സ് ഗ്രേറ്റർ ദാൻ 0യിലും ആണെന്നുള്ളത് കാണാം, x² ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ഓൺ ദി ഇൻ്റർവെൽസ് -∞ 0 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ 0 + ∞ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കോൺകേവ് ഡൗൺ ആകുന്നതേ ഇല്ല. ഇതിൻ്റെ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കോൺകേവ് അപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ചേഞ്ച് ഇൻ കോൺകേവിറ്റി ആൻഡ് ഹെൻസ് നോ ഇൻഫ്ലക്ഷൻ പോയിൻ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ആ എക്സ് എന്ന് പറയുന്നത് 0 ആവുന്ന ആ പോയിന്റിൽ നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഒന്നുമില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചേഞ്ച് ഒന്നുമില്ല എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എഫ് ഡബിൾ ഡാഷ് എക്സ് എഫ് ഡബിൾ ഡാഷ് 0 എന്ന് പറയുന്നത് 0 വാല്യൂ ആണ് തരുന്നതെങ്കിൽ പോലും നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇല്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ 2 ഉദാഹരണങ്ങൾ കാണിച്ചു. അതിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് 0 ആവുന്ന കാര്യത്തിലാണ് നമ്മൾ ഇൻ്റർവെല്ല് ചേഞ്ച് ആകുന്നതായിട്ട് കണ്ടത്. പക്ഷേ ഇവിടെ ഈ ഒരു ഉദാഹരണത്തിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് 0 ആവുന്ന കേസിൽ പോലും നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത് എഫ് ഡബിൾ ഡാഷ് എക്സ് 0 ആകുന്നതിൽ എല്ലായ്പ്പോഴും ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു x0 എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് x0 എന്ന് പറയുന്ന പോയിന്റിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് x0 എന്ന് പറയുന്നത് 0 ആയി മാറും എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ആ ഫംഗ്ഷന് ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാകും എന്നുള്ള കാര്യവും നമ്മൾ പഠിക്കും. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ പഠിക്കാം. താങ്ക് യു.